അതെ, പാലക്കാട് ചോദിക്കാം. പാലക്കാട് അജിത്ത്, എന്താ സ്ഥിതി? കോൺഗ്രസിന്റെ വിമതൻ ഒരു സീറ്റിൽ വിജയിച്ചിരിക്കുകയാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇപ്പൊ നിലവിൽ NDA 16, UDF 14, LDF 8, അതർ 1 എന്നുള്ള നിലയ്ക്കാണ്. അതായത് ശക്തമായ പോരാട്ടം. അവസാന ഇനി 11 വാർഡുകളിലെ കൂടി ഫലമാണ് വരാനുള്ളത്. അതെല്ലാം നിർണായകമാണ്. BJPയുടെ ശക്തികേന്ദ്രങ്ങൾ ഉൾപ്പെടെയാണ് എണ്ണുന്നത്. അവിടെ ഇത്തരത്തിൽ കേവല ഭൂരിപക്ഷത്തിലേക്ക് BJPക്ക് എത്താൻ കഴിയുമോ എന്നുള്ളത് ഇനിയും വ്യക്തമായിട്ടില്ല. ഏതായാലും ശക്തമായ മത്സരം പാലക്കാട് നഗരസഭയിൽ ഉണ്ടാകുന്നു. അവിടെ UDF വിമതൻ റാഷിദ് വിജയിച്ചു. 2ാം സ്ഥാനത്ത് BJP ആണ് പാലക്കാട് നഗരസഭയിലെ. ശ്രീരാജിനോട് കൂടി ചോദിക്കാം. ശ്രീരാജ് ബാബു പത്തനംതിട്ടയിൽ നമുക്കൊപ്പം ഉണ്ട്. ശ്രീരാജ്, രണ്ടാമത്തെ നമ്മൾ ആകാംക്ഷയോടെ നോക്കുന്നത് പന്തളം നഗരസഭയാണ്. പന്തളത്ത് എന്താണ് സംഭവിക്കുന്നത്? BJP നിലനിർത്തുമോ അതോ കൈവിട്ടു പോകുമോ? ഇതിൽ നിലവിലത്തെ സാഹചര്യത്തിൽ BJPയിൽ നിന്നും ഭരണം നഷ്ടമാകും. പന്തളം നഗരസഭയിൽ UDF-ഉം LDF-ഉം തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് പന്തളത്ത് നടക്കുന്നത്. 10 സീറ്റിൽ LDF മുന്നിൽ നിൽക്കുമ്പോൾ 9 സീറ്റിൽ UDF തൊട്ടുപിറകിലുണ്ട്. പക്ഷേ 5 സീറ്റിൽ മാത്രമായി ഇപ്പോൾ ഈ ഘട്ടത്തിൽ BJP ഒതുങ്ങിയിരിക്കുകയാണ്. എന്തായാലും പന്തളം നഗരസഭയിൽ ഇടതുമുന്നണിക്കും അതുപോലെ തന്നെ UDF-നും കാര്യമായ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചു. ഈ ഇരു മുന്നണികളും തമ്മിൽ വലിയ പോരാട്ടമാണ് നടക്കുന്നത്. LDF അധികാരത്തിലെത്തും, UDF അധികാരത്തിലെത്തുമെന്നെല്ലാം തന്നെ ആദ്യഘട്ടത്തിൽ തന്നെ അത്തരത്തിലുള്ള പ്രതീക്ഷകളായിരുന്നു ഇരു മുന്നണികളും പങ്കുവച്ചിരുന്നത്. എന്തായാലും BJPക്ക് വലിയ തിരിച്ചടി പന്തളം നഗരസഭയിൽ ഉണ്ടായിട്ടുണ്ട്. പറഞ്ഞ പോലെ പല ചരിത്രവും മാറി മറിഞ്ഞൊരു തിരഞ്ഞെടുപ്പ്. നമുക്കറിയാവുന്ന പോലെ കഴിഞ്ഞ 45 വർഷക്കാലവും ഇടതുപക്ഷത്തിന് പരാജയം അറിയിക്കാതെ അല്ലെങ്കിൽ മറ്റൊരു മുന്നണിക്കും കയറാൻ സാധിക്കാത്ത രീതിയിൽ വൻ മുന്നേറ്റം ഉണ്ടായിരുന്ന സ്ഥലമാണ്. ഇടത് കോട്ടയായിരുന്നു കൊല്ലം. ആ കൊല്ലത്തെ കണക്കുകൾ വരുമ്പോൾ കൊല്ലം കോർപ്പറേഷനിൽ ഫലമറിഞ്ഞ 29 ഡിവിഷനുകളിൽ 14 UDF ആണ്. പാനൂര് മാറി. പാനൂർ UDF 23, LDF 14. നിലനിർത്തി UDF. നിലനിർത്തി. അവിടെ നമ്മൾ ആദ്യം പറഞ്ഞ പ്രകടനത്തിലേക്ക്, അതെ അവിടെ സനീഷ് പറഞ്ഞ പോയിന്റിലേക്ക്, അതായത് UDF-ന് ഇത്ര വലിയ വിജയം ഉണ്ടാകുമ്പോൾ അവിടെ തോൽക്കുക എന്നുള്ളത് ഒരു അസാധ്യം എന്ന് തന്നെ പറയാവുന്ന കാര്യമാണ്. കാരണം അതൊരു പ്രധാനപ്പെട്ട മുസ്ലിം ലീഗ് കേന്ദ്രമാണ്. മുസ്ലിം ലീഗിൻ്റെ UDF-ൻ്റെ പ്രധാനപ്പെട്ട കേന്ദ്രമാണ്. അവിടെ നല്ല മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുണ്ടാകും. കാരണം അതുകൊണ്ട് തന്നെ ഇത്തവണ എന്തായാലും തിരിച്ചു പിടിക്കണം, എന്തായാലും പിടിക്കണം എന്നുള്ളൊരു പോരാട്ട വീര്യം LDF കാണിച്ചിരുന്നു. അതുകൊണ്ടായിരിക്കും ഇടയ്ക്കൊന്ന് LDF കയറി വന്നിട്ടുണ്ടാവുക. പക്ഷേ സ്വാഭാവികമായിട്ട് അവരുടെ കയ്യിലേക്ക് പോയി. ഇതിനകത്ത് ബില്ല് ഞാൻ ഒരു കാര്യം പറയട്ടെ, മറ്റെന്തെങ്കിലും പ്രധാനപ്പെട്ട വാർത്ത വരുന്നതിന് മുമ്പ് ഒരു കാര്യം ഞാൻ പറയട്ടെ. ഇതിനകത്ത് BD സതീശനെടുത്ത പ്രധാനപ്പെട്ട രാഷ്ട്രീയ സ്റ്റാൻഡുകൾക്കുള്ള ഒരു ഡിവിഡൻഡ് എന്ന് കൂടെ നമ്മൾ ഇതിനെ കാണണം കേട്ടോ. അത് ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ വിചാരിക്കുന്നത്, ഞാൻ ആദ്യ ദിവസം മുതൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം വന്നപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ BD സതീശൻ സ്വീകരിച്ച അതിശക്തമായിട്ടുള്ള നിലപാടുകൾക്കുള്ള ഒരു ജനസമ്മതി കൂടി ഇതിനകത്തുണ്ട് എന്ന് നമ്മൾ കാണണം നിശ്ചയമായിട്ട്. കാരണം സാധാരണഗതിയിൽ പതിവില്ലാത്ത വിധമുള്ള രാഷ്ട്രീയ സ്ഥൈര്യം, രാഷ്ട്രീയ ധാർമ്മികതയിലുള്ളൊരു വിശ്വാസം അത് BD സതീശൻ കാണിച്ചു. രാഷ്ട്രീയ ധാർമ്മികത എന്ന് വെച്ചാൽ ആ നിലക്കുള്ളൊരു രാഷ്ട്രീയ ധാർമ്മികതയുടെ പ്രകാശനം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടായി. അദ്ദേഹത്തിന് മുകളിൽ വലിയ സമ്മർദ്ദമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഇപ്പോൾ ഒരു ഇടതുപക്ഷ MLA ആയിരുന്നു ഇങ്ങനെ ചെയ്തിരുന്നതെങ്കിൽ നാട്ടിലുണ്ടാകാവുന്ന ഈ സാംസ്കാരിക നായരുടെ ഒക്കെ ബഹളം ഒന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന് മേലെ ഒരു സമ്മർദ്ദം ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തോട് രാഷ്ട്രീയ എതിരാളികൾ മാത്രമേ ഇക്കാര്യം പറഞ്ഞുള്ളൂ. പക്ഷേ അദ്ദേഹത്തിന് മുമ്പാകെ വന്നിരിക്കുന്ന പരാതികൾ അദ്ദേഹത്തിനും വളരെ ചുരുക്കം മാധ്യമങ്ങൾക്കകത്തുള്ള ആളുകൾക്ക് മാത്രം അറിയാവുന്ന കാലത്ത് പോലും ഇയാളെ മാറ്റി നിർത്തി. അതിനുശേഷവും ഒറ്റ തവണ പോലും അക്കാര്യത്തിൽ കുലുങ്ങിയേയില്ല. മറ്റ് പല നേതാക്കളും അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടി ചെയ്യുന്നപ്പോൾ വളരെ വൈകിട്ടാണ് കെ മുരളീധരൻ ഉറച്ച പിന്തുണയായിട്ട് വന്നത്. പക്ഷേ BD സതീശന് അക്കാര്യത്തിൽ ഒരു സംശയമേ ഉണ്ടായിരുന്നില്ല. ഇതാണ് ശരിയെന്ന് കണ്ട് രമേശ് ചെന്നിത്തലയും ഒരല്പം വൈകിട്ടാണ് വന്നത്. രമേശ് ചെന്നിത്തല അക്കാര്യത്തെക്കുറിച്ച് അഭിപ്രായം പറയുമ്പോൾ മുതൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തെ എതിർത്ത് തന്നെയാണ് പറയുന്നത്. അപ്പം ഞാൻ പറയുന്നത്, ഈ 10 വർഷമായിട്ട് ഒരു പ്രത്യേക കക്ഷി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് തങ്ങൾക്കെതിരായിട്ട് തങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യുവനേതാവിനെതിരെ ഇത്ര വലിയൊരു ആരോപണം വന്നപ്പോൾ അക്കാര്യത്തിൽ മടിയില്ലാതെ രാഷ്ട്രീയ ധാർമ്മികതാപരമായുള്ള നിലപാട് സ്വീകരിച്ച BD സതീശന് ഇക്കാര്യത്തിൽ ഒരു വലിയ പങ്കാളിത്തമുണ്ട്. അദ്ദേഹത്തിന് വലിയ തോതിലുള്ള കയ്യടി കൊടുക്കേണ്ടതുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കേരളത്തിലെ ആളുകൾ മറ്റൊരുപാട് കാര്യങ്ങൾ പരിഗണിക്കുമ്പോൾ ഇത്തരം രാഷ്ട്രീയ ധാർമ്മികതയോടെ പരിഗണിക്കും. അവർക്കുമേൽ ഞാൻ ഒന്നുകൂടെ ആവർത്തിച്ച് പറയാം, ഒരു സാംസ്കാരിക നായകരും ഒപ്പിട്ടിട്ടൊരു പേപ്പർ പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നില്ല ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ നടപടിയെടുക്കുമെന്ന്. അദ്ദേഹത്തിന് മേൽ രാഷ്ട്രീയ എതിരാളികളുടെ ഭാഗത്ത് മാത്രമേ അദ്ദേഹത്തിന് മേൽ സമ്മർദ്ദം ഉണ്ടായിരുന്നുള്ളൂ. ആ സമ്മർദ്ദം വരുന്നതിന് മുമ്പ് തന്നെ പക്ഷേ അദ്ദേഹം ഈ രാഷ്ട്രീയ ധാർമ്മികതാപരമായുള്ള നിലപാട് സ്വീകരിച്ചു. അതിനുള്ള ഒരു ഡിവിഡൻഡ് കൂടെ ആയിട്ട് ഞാനിതിനെ ഈ വിധിയെ കാണും. ഉറപ്പായും ഞാൻ പറയുന്നത്, സമീപകാലത്തുണ്ടായിട്ടുള്ള നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകൾ തൃക്കാക്കര മുതൽ പുതുപ്പള്ളി മറ്റൊരു സാഹചര്യമാണ്, മാറ്റി നിർത്താം, തൃക്കാക്കരെ മാറ്റി നിർത്താം. പക്ഷേ നിലമ്പൂരാണല്ലോ യഥാർത്ഥ പൊളിറ്റിക്കൽ ഫൈറ്റ് നടന്നത്. അവിടെ സതീശനെടുത്ത നിലപാടുകൾ വിജയിച്ചു എന്നുള്ളത് കാണിച്ചതെന്നാണ്. സതീശനാണ് ആ സ്ഥാനാർത്ഥിയെ പിന്തുണച്ചത്. PV അൻവറിന്റെ കാര്യത്തിലെടുത്ത നിലപാട് ഇപ്പോൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ പോലും ധാർമ്മികത ഉയർത്തിപ്പിടിച്ചെടുത്ത നിലപാട്. അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഇപ്പോഴും എന്റെ മനസ്സിൽ വരുന്നുണ്ട്. അറബിക്കടൽ ഇളകി വന്നാലും എന്റെ നിലപാട് ഞാൻ മാറ്റില്ല. അങ്ങനെ ഒരു കോൺഗ്രസ് നേതാവ് സമീപകാലത്ത് പറഞ്ഞിട്ടില്ല. സതീശൻ മാത്രം അത് ആ നിലക്ക് തന്നെ കാണും. KC വേണുഗോപാൽ, ഇവിടുത്തെ രാജ്യത്ത് തന്നെ 2ാമത്തെയോ 3ാമത്തെയോ പദവിയുള്ള കോൺഗ്രസ് നേതാവ് KC വേണുഗോപാൽ
പറഞ്ഞതുപോലെ പോലും അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ ഭാഗത്ത് നിന്ന് ആദ്യഘട്ടത്തിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിട്ട് പോലും ഇക്കാര്യത്തിൽ ഉറച്ച നിലപാട് പറയാൻ മടി കാണിച്ചിരുന്നു എന്ന് നമ്മൾ കാണണം. ഈ സണ്ണി ജോസഫ്, സണ്ണി വക്കീല് രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായിട്ടെന്ന് വ്യാഖ്യാനിക്കാവുന്ന നിലപാടുകളാണ് സ്വീകരിച്ചതെന്ന് നമുക്കറിയാം. കെ മുരളീധരനും രമേശ് ചെന്നിത്തലയും ഒരല്പം വൈകിട്ടാണ് വന്നതെന്ന് നമുക്കറിയാം. അടൂർ പ്രകാശ് മുന്നണി കൺവീനറായിട്ട് അടൂർ പ്രകാശ് ചാഞ്ചാട്ട നിലപാടാണ് സ്വീകരിച്ചതെന്ന് നമുക്കറിയാം. പക്ഷേ ഇദ്ദേഹത്തിന് ഒരു വിട്ടുവീഴ്ച ഉണ്ടായിരുന്നില്ല അക്കാര്യത്തിൽ. ആ രാഷ്ട്രീയ സ്ഥൈര്യം, സ്ഥിരത എന്നത് നമ്മൾ കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കളെന്ന് നമ്മളെ ചെറിയ കുട്ടികളായിരുന്ന അക്കാലത്ത് കാണുമായിരുന്നു. ഇപ്പോൾ രാഷ്ട്രീയ വലതുപക്ഷം എന്നൊക്കെ പറയുകയും രാഷ്ട്രീയ ഇടതുപക്ഷം വല്ലാതെ എതിർക്കുമ്പോഴും നമ്മളിപ്പോൾ അതിലേതെങ്കിലും ഒരു പക്ഷത്തിൻ്റെ വലതുപക്ഷത്തിൻ്റെ എതിർപക്ഷത്ത് നിൽക്കുന്ന ആളുകളാണെങ്കിൽ പോലും നമുക്ക് ആദരവ് തോന്നുന്ന നിലപാടുകൾ അക്കാലത്തും ചില നേതാക്കൾ എടുക്കാറുണ്ട്. വലിയ നേതാക്കളാണല്ലോ എന്ന് തോന്നുന്ന ആളുകൾ എടുക്കാറുണ്ടായിരുന്നു. അത് പക്ഷേ സമീപമായിട്ട് കുറച്ചു കാലമായിട്ട് അത്തരം കാര്യങ്ങൾ നമുക്ക് മിസ്സിംഗ് ആയിരുന്നു. അതായത് രാഷ്ട്രീയ വലതുപക്ഷത്ത് നിന്ന് UDFൻ്റെ ഭാഗത്ത് നിന്ന് മികച്ച നേതാക്കൾ രാഷ്ട്രീയ പൊതുമണ്ഡലത്തിലാകെ സ്വീകാര്യമായ ചില നിലപാടുകൾ, ചില വിഷയങ്ങളിൽ എല്ലാവരുടെയും കൺസേൺഡ് ആയിട്ടുള്ള ചില വിഷയങ്ങൾ എടുക്കുന്ന ആളുകൾ കുറച്ചു കാലമായിട്ട് മിസ്സിംഗ് ആയിരുന്നു. നമ്മൾ ഈ വാർത്തയൊക്കെ വായിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ചു കാലമായിട്ട് മിസ്സിംഗ് ആയിരുന്നു. പക്ഷേ അത്തരമൊരു നേതാവിന് സമൂഹത്തിന് ആവശ്യമുണ്ട് എന്ന് തോന്നുന്ന കൃത്യസമയത്ത് VD സതീശൻ സ്വയം അവിടെ ഫിറ്റ് ചെയ്തു. അത് ഏറ്റവും നിർണായകമായിട്ടുള്ള ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ വന്നപ്പോൾ ഈ സംഭവത്തിൻ്റെ മെറിറ്റാണ് ഞാൻ നോക്കുന്നത്. ഈ സംഭവത്തിൽ എന്തൊക്കെ തെരുവിളികളാണ് അദ്ദേഹത്തിനെതിരെ ഉണ്ടായത്. അദ്ദേഹത്തെ ഇരട്ടപ്പേരിട്ട് വിളിച്ചില്ലേ ആളുകൾ, എത്ര യൂട്യൂബ് ചാനലുകൾ അദ്ദേഹത്തിനെതിരെ, എത്ര മുഖമില്ലാത്ത ആളുകൾ അദ്ദേഹത്തിനെതിരെ മുന്നോട്ട് വന്നു. അതുകൊണ്ട് ഈ വിജയത്തിൽ, ഈ രാഷ്ട്രീയ വിജയത്തിൽ VD സതീശനാണ് ഒരു നേതാവ് നിലയിൽ ഫസ്റ്റ് ക്രെഡിറ്റ് ഞാൻ കൊടുക്കുക.